ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ മൈൻക്രാഫ്റ്റാണ് ഗൈസ്. നമ്മളൊരു പോസ്റ്റ് ഇട്ടായിരുന്നു, ഒരാൾക്ക് കണ്ടിട്ടുണ്ടാവും ഗൈസ്. നമ്മളൊരു മൈൻക്രാഫ്റ്റ് കളിക്കാൻ പോകുകയാണെന്നും പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടായിരുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ മൈൻക്രാഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇപ്പോൾ ചില ആൾക്കാരൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നു മൈൻക്രാഫ്റ്റ് കൊണ്ടുവരാൻ. പക്ഷേ നമ്മൾ മൈൻക്രാഫ്റ്റ് ഞങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മൈൻക്രാഫ്റ്റിലെ ഡാർക്ക് ഓക്ക് എന്ന് പറഞ്ഞൊരു ഫോറസ്റ്റിലാണ് കേസ് ഒന്ന് സ്പോണായിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇത് തുടങ്ങാം, മൈനിങ് തുടങ്ങാം. അതായത് വുഡ് നമുക്ക് വുഡ് എടുക്കാം. ഓക്കെ, കൈനെ കൊണ്ട് വുഡ് എടുക്കുമ്പോൾ കുറച്ച് ടൈം എടുക്കുന്നുണ്ട് ഗൈസ്. വുഡ് എടുത്ത് നമുക്ക് പ്ലാങ്ക് ആക്കാം. ഓക്കെ, ക്രാഫ്റ്റിംഗ് ടേബിൾ സ്റ്റിക്കോ ആക്കി ഗൈസ്. നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് നമുക്ക് കുറച്ച് ഒരു സ്റ്റോണിൻ്റെ പിക്കാക്സ് ഉണ്ടാക്കാം. ഒരു വുഡൻ പിക്കാക്സ്, ഒരു സ്റ്റോൺ ആക്സ്, ഒരു വുഡൻ ആക്സ് ഉണ്ടാക്കാം ഗൈസ്. മാറിപ്പോകുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഷീപ്പിനെ തപ്പണം. കാരണം ഷീപ്പ് ഉണ്ടായാലേ നമുക്ക് വൂള് കിട്ടുള്ളൂ. വൂള് കിട്ടിയാലേ നമുക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ ഗൈസ്. ബെഡ് ഉണ്ടാക്കിയാലേ നമുക്ക് രാത്രി മോൺസ്റ്റേഴ്സിൻ്റെ അടുത്തൊക്കെ സർവൈവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ മോൺസ്റ്റേഴ്സ് നമ്മളെ കൊല്ലും ഗൈസ്. ഓക്കെ, നമ്മൾ കളിക്കുന്നത് സർവൈവലാണ്. ഓക്കെ, ഹാർഡ് കോർ ഒന്നുമല്ല. ഹാർഡ് കോർ എന്ന് വെച്ചാൽ നമുക്ക് എന്താണ്, നമ്മൾ ഡെഡായ നമ്മൾ ചത്താൽ പിന്നെ നമുക്ക് റീഫോൺ ആകാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ അത്യാവശ്യം വുഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് നേരെ ഷീപ്പിനെ പരത്തി പോവാം ഗൈസ്. താഴെ വെള്ളമാണ് ഗൈസ്. താഴെ വെള്ളമാണ്. പക്ഷേ അവിടെ ഒരു ഇതുണ്ട് ഗൈസ്. എന്താണ്, റൂയിൻഡ് പോർട്ടലുണ്ട് അവിടെ. നമുക്ക് പിന്നെ പോവാം. ഓക്കെ, നമുക്കിപ്പോൾ ഷീപ്പിനെ തപ്പണം. ഷീപ്പ് കിട്ടിയില്ലെങ്കിൽ പ്രശ്നമാണ്. ഇതാ പറഞ്ഞു നാക്ക് വായിലോട്ടിട്ടില്ല. അപ്പോഴത്തേക്ക് കേസ് നമ്മുടെ ഷീപ്പ് നമ്മുടെ മുമ്പിൽ വന്ന് നിന്നിട്ടുണ്ട്. രണ്ടെണ്ണം കേസ്, നമുക്ക് 3 വേണം. ഒന്നിൻ്റെ ഒന്ന് ഒരു കൂളേ കിട്ടുള്ളൂ. ഓക്കെ, 2 കൂള കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അടിയിലൊരു സ്കെലട്ടൺ ഉണ്ട് കേസ്. അപ്പോൾ നമുക്കൊന്നും ചെയ്യണ്ട. അവിടെ ഒരു പശു ഉണ്ടല്ലോ, നമുക്ക് ഫുഡ് വേണം. ഓക്കെ, ഫുഡ് ആയിട്ടുണ്ട്. നമ്മുടെ 2 മട്ടനുണ്ട്, ഒരു ബീഫുണ്ട്. പോരാ, പക്ഷെ നമുക്ക് എന്തായാലും ഇപ്പോൾ ആദ്യം ഷീപ്പിനെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓക്കെ, സാധനം കിട്ടി. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ക്രാഫ്റ്റിംഗ് ടേബിൾ ഇട്ട് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, നമ്മൾ ബെഡ് ഇവിടെ നമുക്ക് ബെഡ് കിട്ടിയിട്ടുണ്ട്. ഒരു പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ ആ റൂയിൻഡ് പോർട്ടലിലേക്ക് പോകാം. കുറച്ചും കൂടെ വുഡ് എടുത്തേക്കാം. നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം. നമ്മുടെ ആ ഒരു റൂയിൻഡ് പോർട്ടൽ കണ്ട ആ ഒരു ഐലൻഡിൽ നമ്മൾ കുറച്ച് സ്റ്റോണും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. ഓക്കെ, നമുക്ക് അവിടത്തേക്ക് പോകണം. അതിനുവേണ്ടി ഒരു ബോട്ട് ഉണ്ടാക്കണം. ഓക്കെ, നമുക്ക് അങ്ങോട്ടാണെന്ന് തോന്നുന്നു. മരൻ്റെ മുകളിലല്ലേ ഇതുണ്ടാവും. ഇത് നമുക്ക് അങ്ങോട്ട് പോവാം. നമ്മുടെ ആ ഒരു റൂയിൻഡ് പോർട്ടലിൽ ഇങ്ങോട്ട് പോയേക്കാം. നമ്മൾ ഇന്ത്യൻ ബൈക്സിൻ്റെ വീഡിയോസൊക്കെ ഇപ്പോൾ ചെയ്യാറില്ല അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യും ഗൈസ്. സപ്പോർട്ട് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇങ്ങോട്ട് താഴോട്ട് ചാടണം. നമ്മൾ വെള്ളത്തിൽ നമ്മൾ ജമ്പ് ചെയ്ത് ഒന്നും പറ്റത്തില്ല ഗൈസ്. നമുക്ക് ഇതൊന്നും വരത്തില്ല. നമ്മളെ ഡാമേജ് വരത്തില്ല. അപ്പോൾ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഇതുണ്ടാക്കണം, ബോട്ട് ഉണ്ടാക്കണം. ക്രാഫ്റ്റിംഗ് ടേബിൾ വെച്ചിട്ട് ഓക്കെ 5 ഇതായിട്ടുണ്ട്, പ്ലാങ്ക് ആയിട്ടുണ്ട്. ബോട്ടിൻ്റെ ഇതവിടെ ഇപ്പോൾ തൽക്കാലം ഇപ്പോൾ ബോട്ട് കാണുന്നില്ല. നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒന്നുകൂടെ ഇവിടെ വെച്ചു. ഓക്കെ, നമ്മുടെ ഡാർക്ക് ഓക്ക് ബോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ പോയി ഈ സാധനം വെട്ടിയെടുക്കാം. നമ്മുടെ ക്രാഫ്റ്റിംഗ് ടേബിൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ചാടണം. ഓക്കെ, നമ്മൾ ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ബോട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് വെള്ളത്തിൽ നിന്ന് പൊന്തട്ടെ. ഓക്കെ, എന്താ ബോട്ടിൽ കയറാൻ പറ്റാതെ? ഓക്കെ, എന്താ ബോട്ടിൽ പകുതിയും വെള്ളം? അങ്ങനെയല്ലല്ലോ.
എന്താണെന്ന് അറിയത്തില്ല. നമുക്കിപ്പോൾ നേരെ ആ റൂമിൻ്റെ ബോട്ടിലേക്ക് അവിടെ ചെസ്റ്റിൽ ലൂട്ട് ഉണ്ടാവണം ഗൈസ്. എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം, നോക്കാം. പക്ഷേ ഇവിടെ സ്റ്റോണില്ല. ഞാൻ കരുതി ഇവിടെ സ്റ്റോൺ ഉണ്ടെന്ന്, പക്ഷേ സ്റ്റോണില്ല. ഓക്കെ 2 ഗോൾഡൻ ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്, 2 ഗോൾഡൻ ആപ്പിൾ ഉണ്ട്, 2 ഗോൾഡ് പ്രഷർ പ്ലേറ്റ് ഉണ്ട്, 12 ഗോൾഡ് നമ്മുടെ അയൺ നഗറ്റ്സ്, പിന്നെ ഒരു ഫ്ലിൻ്റ് ആൻഡ് സ്റ്റീൽ. ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. നമ്മൾ ചെസ്റ്റ് അങ്ങ് എടുത്തേക്കാം. ഈ സ്റ്റോണിനെ കൊണ്ട് പിക്കാക്സ് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. നമുക്ക് വേറെ സ്റ്റോൺ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത് പൊട്ടിച്ചെന്താ കേട്ടോ. അപ്പോൾ നമുക്ക് പറ്റുമോ നോക്കാം. ഓക്കെ, എത്ര എണ്ണമായി? നമ്മുടെ കയ്യിൽ 2 മോസി കോബിൾ സ്റ്റോണും ഒരു കോബിൾ സ്റ്റോണല്ല സ്റ്റോണ് ആവുമെന്ന് നമുക്ക് നോക്കാം ഗൈസ്. എനിക്ക് തോന്നുന്നു ഗൈസ് ആവൂലെന്ന്. ഇതിവിടെ വെച്ചേക്ക്. നമുക്ക് നോക്കാം, ട്രൈ ചെയ്യണമല്ലോ. ട്രൈ ചെയ്തില്ലെങ്കിൽ കാര്യമില്ല. ഇല്ല ഗൈസ്, അതാവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇതെടുത്തിട്ട് നേരെ നമ്മുടെ സ്റ്റോൺ മൈൻ ചെയ്യാൻ വേണ്ടി പോയി. സ്റ്റോൺ ഉണ്ടായാലേ നമുക്ക് സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ഇതുവരെ ഒരു ബേസ് കണ്ടുപിടിച്ചില്ല അല്ലേ. നമുക്ക് രാത്രി കിടന്ന് ഉറങ്ങണ്ടേ. എവിടെയെങ്കിലും കിടന്നുറങ്ങും. പക്ഷേ ഇവിടെ ഒരു മോസ് കേവ് ഉണ്ടല്ലോ. മോസിന് കേവ് നമുക്ക് മൈൻ ചെയ്യാനൊക്കെ പറ്റിയ സ്ഥലമാണ്. നമുക്ക് ഇവിടെ എവിടെയെങ്കിലും മൗണ്ടൻ്റെ ഉള്ളിൽ വീടെടുക്കാം. അതായത് ഒരു എന്താ പറയുക, ഒരു പെർമനൻ്റ് അല്ല, അതായത് ഒരു മൈൻ വീട് അങ്ങനെ അങ്ങനെയൊക്കെ പറയാം, എന്തെങ്കിലുമൊക്കെ പറയാം. ഓക്കെ, ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഓക്കെ ഓക്കെ, ഇവിടെ മൈൻ ചെയ്യാം. ഓക്കെ, ഒരു അത്യാവശ്യം കോബിൾ സ്റ്റോണൊക്കെ ഉണ്ടാക്കണം. കാരണം നമുക്ക് കോബിൾ സ്റ്റോൺ എടുത്തിട്ട് നമുക്ക് സ്റ്റോൺ സോഡ് ഉണ്ടാക്കണം, പിക്കാക്സ് ഉണ്ടാക്കണം, ആക്സ് ഉണ്ടാക്കണം, ഫർണസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമുക്കപ്പോൾ സ്റ്റോൺ മൈനാണ് എന്നാലും ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, നമ്മളിപ്പോൾ എത്ര സ്റ്റോണ് ഇതൊക്കെ എടുത്ത് ഇവിടെ വെക്കാം. നമ്മുടെ കയ്യിലിപ്പം 13 സ്റ്റോണായി. ഓക്കെ, നമ്മുടെ മൈൻക്രാഫ്റ്റ് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ നമ്മൾ ഫർണസ് ഉണ്ടാക്കാൻ നമുക്ക് 8 കോബിൾ സ്റ്റോണും കാര്യങ്ങളൊക്കെ വേണം. ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് നേരെ അവിടെ നിന്ന് പോവാം. നമുക്ക് നേരെ മേലെ കയറണോ അതോ നേരെ തന്നെ കയറാമെന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. പക്ഷെ അവിടെ എങ്ങനെ നേരെ കയറുമെന്നാണ് എൻ്റെ ഒരു സംശയം. ഇവിടെ നിന്ന് ലാവയൊക്കെ ഉണ്ട്. നമുക്ക് നമ്മൾ ഇവിടെ അങ്ങ് വീടെടുത്തേക്കാം ഗൈസ്. ഇത് വേണമെങ്കിൽ വുഡ് വേണമെങ്കിൽ നമുക്ക് മുകളിൽ പോയി വെട്ടാമല്ലോ. അല്ലെങ്കിൽ അവിടെ തന്നെ എടുക്കുന്നു. ഇല്ല വേണ്ട, ഇവിടെ എടുക്കാം. ഇവിടെ ജസ്റ്റ് ഒന്ന് മൈൻ ചെയ്തിട്ട് ജസ്റ്റ് ഇങ്ങനെ നമുക്ക് മൈൻ ചെയ്യാം. എന്നിട്ടൊരു ചെറിയ താൽക്കാലികമായിട്ടൊരു വീടുണ്ടാക്കാം. രാത്രി ആവാനായി, ചെറിയ ലൈറ്റൊക്കെ മാറുന്നുണ്ട്. ഗൈസ് നമ്മുടെ സൺസെറ്റ് ഉണ്ട് ഇവിടെ. നമുക്ക് ബെഡ് ഇട്ട് വേഗം കിടന്ന് ഉറങ്ങാം. അപ്പോൾ മോൺസ്റ്റേഴ്സ് ഒന്നും സ്പോൺ ആവാതെ നമുക്ക് നോക്കണം ഗൈസ്. ഓക്കെ, ബെഡ് വേഗം ഇവിടെ ഇട്ട് ഉറങ്ങാൻ പറ്റുമെങ്കിൽ ഇപ്പം തന്നെ ഉറങ്ങാം. ഓക്കെ, ഇപ്പം തന്നെ ഉറങ്ങാൻ പറ്റുന്നുണ്ട്. നമ്മൾ കൂടുതൽ രാത്രി ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്താൽ മോൺസ്റ്റേഴ്സ് സ്പോൺ ആവും ഗൈസ്. മോൺസ്റ്റേഴ്സ് രാത്രിയാണ് സ്പോൺ ആവുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാര്യമായിട്ടൊന്നും സ്പോൺ ആയിട്ടൊന്നും ഇല്ല. ഇത് വെള്ളമല്ല, ഇപ്പോൾ ഇവിടെ ഗ്രൗണ്ട് മാത്രമേ ഉണ്ടാവും. വേറെ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ബെഡ് ഇവിടെ നിന്ന് പൊളിച്ചു വെച്ചിട്ടെ. നമ്മൾ ബെഡിൽ നമ്മൾ റീസ്പോൺ പോയിൻ്റ് എപ്പോഴും സെറ്റാക്കിയിരിക്കണം ഗൈസ്. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയി സ്പോൺ ആവും. നമുക്ക് ആദ്യം ഒരു അയൺ കണ്ടുപിടിക്കണം, ഒരു ഷീൽഡ് ഉണ്ടാക്കണം, അയൺ പിക്കാക്സ് ഒക്കെ ഉണ്ടാക്കണം ഗൈസ്. അപ്പോൾ താൽക്കാലികമായിട്ട് നമുക്ക് ഇവിടെ വീടുണ്ടാക്കാം. സോ നമ്മൾ വീടിൻ്റെ കോർഡിനേറ്റ്സ് നമ്മളിപ്പോൾ ഓർമ്മിച്ച് വെക്കണം ഗൈസ്. നമ്മളിവിടെ സൈഡിൽ പൊസിഷൻ എന്ന് കാണിക്കുന്നതാണ് ഗൈസ് കോർഡിനേറ്റ്സ്. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ലോസ്റ്റായി പോയാൽ നമുക്കിത് ഈ കോർഡിനേറ്റിലേക്ക് വരാം. ഇത് 163 -3 163 -3 അങ്ങനെ വെച്ചാൽ എന്തെങ്കിലുമൊക്കെ ആവട്ടെ. നമ്മുടെ ബെഡ് ഇവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, റീസ്പോൺ പോയിൻ്റ് സെറ്റ്. ഓക്കെ, നമുക്കിതൊരു ഡോർ വേണ്ടേ.
ആദ്യം ചെസ്റ്റ് ഇവിടെ വെക്കാം, എന്നിട്ടൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ എടുത്തിട്ട് ഇവിടെ വെക്കാം. ഓക്കെ, എന്നിട്ട് ആദ്യം നമുക്ക് ഒരു ഫർണസ് ഉണ്ടാക്കണം. ഒരു ഫർണസ് ഉണ്ടാക്കിയിട്ട് ഇവിടെ വെക്കാം. ഫർണസിൽ ഒരു 2 പ്ലാങ്ക് ഇട്ടിട്ട് നമുക്ക് ഫുഡ് കുക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ എന്താ ചെയ്യേണ്ടത്? സ്റ്റോൺ പിക്കാക്സ്, സ്റ്റോൺ ആക്സ്, അയണിങ് കട്ട്. ഓ ഗൈസ്, നമ്മുടെ അയൺ നഗറ്റ് ഉണ്ടല്ലോ, ഞാൻ മറന്നുപോയി സംഭവം. നമുക്കിപ്പം തന്നെ ഷീൽഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, നമ്മുടെ ഡാർക്ക് കോഡിൻ്റെ ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സെറ്റ് ഗൈസ്. ഷീൽഡ് പോയല്ലേ, നമുക്ക് വീടെടുക്കാൻ വേണ്ടി നോക്കാം ഗൈസ്. കാരണം ഇപ്പോൾ തൽക്കാലം നമുക്ക് വേണ്ട സംഭവങ്ങളൊക്കെ നമ്മൾ കിട്ടിയിട്ടുണ്ട്. ഫുഡ് കിട്ടിയിട്ടുണ്ട്, പിന്നെന്താ കോബിൾ സ്റ്റോണും ഗോൾഡ് ചെസ്റ്റ് പ്ലേറ്റ് ഉണ്ട്. പ്രൊട്ടക്ഷൻ 1 ഒന്ന്, പിന്നെ വേറെ പ്രൊട്ടക്ഷൻ 4, പിന്നെ 2 ഗോൾഡൻ ആപ്പിൾ. അത് എൻജാൻറ്റഡ് അല്ല, അത് വേറെ കാര്യം. പിന്നെ കുറച്ച് ടോർച്ച് ഉണ്ടാക്കണം, അതിനു വേണ്ടി കോൾ വേണം. കോളിപ്പോൾ നമ്മളെ തൽക്കാലം ഇല്ല, അപ്പോൾ നമ്മൾ ചാർക്കോളാണ് ഇടുന്നത് ഗൈസ്. അത് ചാർക്കോൾ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ ഡാർക്ക് ഓക്കിൻ്റെ ലോഗ് വേണ്ടി കത്തിക്കാൻ വേണ്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, നമ്മൾ ഫർണസിൽ ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ, ഒരു ചാർക്കോൾ കിട്ടി. നമുക്ക് 2 ലോഗ് ഇവിടെ ഇട്ട് കൊടുക്കാം ഫ്യൂവലായിട്ട്. ഓക്കെ, അതവിടെ നിന്നാവട്ടെ. അപ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ ചെസ്റ്റ് ഇവിടെ വേണോ? നമുക്ക് മുകളിൽ ആദ്യം പോയി വീട് സെറ്റാക്കാം. അപ്പോഴത്തേക്ക് ഇവിടെ ജസ്റ്റ് ഇരിക്കട്ടെ. ഇവിടെ ഈ കോബിൾ സ്റ്റോണൊക്കെ ഇവിടെ വെച്ചേക്കാം ചെസ്റ്റിൽ. ഓക്കെ, ഫുഡ് ഇവിടെ വെച്ചേക്കും. നമ്മുടെ വീടെങ്ങനെ ലോസ്റ്റ് ആയപ്പോൾ ഇതൊക്കെ ലോസ്റ്റ് ആകും ഗൈസ്. അപ്പം നമുക്ക് വാല്യുബിൾ ഐറ്റംസൊക്കെ ഇവിടെ തന്നെ വെക്കാം, നമ്മളെ കൂടെ തന്നെ എപ്പോഴും കൊണ്ടു നടക്കാം ഗൈസ്. ഓക്കെ, നമുക്ക് അത്യാവശ്യം ഇത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ പാങ്ങില്ല, അപ്പോൾ നമ്മൾ ഒരു ലോഗിങ് എടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കണം നമ്മളെ ടോർച്ച് ഉണ്ടാക്കണമെങ്കിൽ. ഇത് നമുക്ക് 16 ടോർച്ചും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഒന്നുകൂടെ. ഓക്കെ, 16 ആയിട്ടുണ്ട് ഗൈസ്. നമുക്ക് വേഗം പോയി വീട് സെറ്റ് ചെയ്യാം. ഓക്കെ, നമ്മളെങ്ങനെ ഇവിടെ നിന്ന് മുകളിലോട്ട് പോവും? അതാണ് എൻ്റെ സംശയം. എങ്ങനെയൊക്കെ പോവാം? ഫുഡ്, ഷവല്, ഇത്രയൊക്കെ മതി. നമുക്കിപ്പോൾ തൽക്കാലം ഈ ഫർണസിൽ ഡോർ തുറന്നിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് അടച്ചതിന് ശേഷം നമുക്ക് എന്തായാലും നമ്മളെ ഫർണസിൽ നമ്മൾ ഈ വുഡൻ ആക്സ് ഇട്ട് കൊടുക്കാം. മട്ടൻ ഒന്ന് കുക്കാവട്ടെ. വുഡൻ പിക്കാക്സ് ഇട്ട് കൊടുക്കാം. ഈ വുഡൻ ആക്സ് ഇട്ട് കൊടുക്കുക ഗൈസ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ സാധനങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നമ്മളെ മട്ടൻ കുക്കായിട്ടുണ്ട്. നമ്മളെ ആക്സ് ബാക്കിയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ആക്സ് വെറുതെ എന്തിനാണത് വിടാൻ? നമ്മൾ സ്റ്റോൺ ആക്സ് ഉണ്ട് ഇപ്പോൾ നമ്മളിൽ. സോ നമുക്ക് വേഗം പോയി വീട് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കിടന്നുറങ്ങാം. വീട് സെറ്റ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഭക്ഷണം കഴിക്കണ്ടല്ലേ. ഓക്കെ, നമുക്ക് ബോട്ട് എടുത്തിട്ട് എന്തായാലും മുകളിലോട്ട് പോകാൻ പറ്റും. ബോട്ട് എന്തായാലും പൊട്ടിച്ചാൽ ഗൈസ്. ഓക്കെ, ബോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെ മുകളിലോട്ട് പോകുമെന്നാണ് സംശയം. സ്റ്റോൺ വെച്ച് പോകാൻ കഴിയുമല്ലോ. നമുക്ക് ഡേർട്ട് കോരേണ്ടി വരും. ആദ്യം നമ്മൾ ചാടുന്നതിന് മുമ്പേ ഡേർട്ട് എടുക്കണമായിരുന്നു. ഡേർട്ട് എടുക്കാൻ മറന്നുപോയി, കുറച്ച് കാര്യമില്ല. അപ്പോൾ നമുക്ക് ബോട്ട് വെച്ച് ഡേർട്ട് ഇവിടെ അടുത്ത് കിട്ടുന്ന ഏതെങ്കിലും സ്ഥലം ഉണ്ടോ നോക്കാം ഗൈസ്. ഓക്കെ, ഇതാ ഇവിടെ തന്നെ ഉണ്ടല്ലോ. നമ്മളിപ്പുറം തന്നെ ഉണ്ടായിരുന്നു ഗൈസ് ഡേർട്ട്. പക്ഷേ ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്താ കയറാൻ പറ്റാതെ സ്റ്റോണിൻ്റെ നമ്മുടെ ഷവലെടുത്ത് നമുക്ക് ഇതാക്കാൻ കിട്ടാം. നമ്മുടെ മൈൻക്രാഫ്റ്റിൻ്റെ എപ്പിസോഡ്സ് വീണ്ടും വരുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. സപ്പോർട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം ഗൈസ്. ഓക്കെ, നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടായാലേ നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. വെറുതെ ഇങ്ങനെ ചെയ്യുന്നില്ലായിപ്പോൾ. ഓക്കെ, ഒരു 18 ഡേർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡേർട്ട് ഉണ്ട്, അതുകൂടെ എടുക്കാം. വെള്ളത്തിന് അടിയിലും കുറേ ഡേർട്ട് ഉണ്ട്, അത് നമുക്ക് ഇങ്ങനെ എടുത്തേക്കാം.
രണ്ടും മതിയാവോ എന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്കത് അവിടെ കുറച്ച് ഇടട്ടുണ്ട്, അതും കൂടെ എടുത്തേക്കാം. അയ്യോ, ഇവിടെയും കുറച്ച് ഇടട്ടുണ്ട് ഗൈസ്, അതുകൂടെ അങ്ങ് എടുത്തേക്കാം. ഓക്കെ, ഡേട്ടൊക്കെ നമ്മളെ കിട്ടിയിട്ടുണ്ട്. 31 ഡേട്ട് ഉണ്ട്. ദൂരാവശ്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടുന്ന് കയറും, നമുക്ക് ഇവിടുന്ന് കയറണം. ഈ ഒരു ഭാഗത്തുനിന്ന് കയറേണ്ടി വരും. അപ്പോൾ നമ്മളെ ബോട്ടിൽ കയറാൻ ആദ്യം, എന്നിട്ട് അവിടത്തേക്ക് തിരിക്കാം. ഓക്കെ, ഇവിടുന്ന് കയറേണ്ടി വരും. നമ്മളെ ബോട്ട് ഇവിടെ പൊട്ടിക്കട്ടെ. ഓക്കെ, ബോട്ട് കിട്ടിയില്ലേ? ഓക്കെ, നമ്മളെ ബോട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ കയറാൻ നോക്കണം. ഇവിടുന്ന് കയറാം. പോകുമ്പോൾ കോള് കൊടുക്കാം. നമ്മളെ കോള് ഇതാണ്, നമ്മളെ കോള്. ഓക്കെ, അധികം കോള് വേണം, എടുത്തു പോയാലും പ്രശ്നമില്ല. നമ്മളെ ടോർച്ച് ഉണ്ടല്ലോ ഓൾറെഡി, പക്ഷെ നമ്മൾ ഫ്യൂവലായിട്ട് വേണം നമുക്ക് കോള്. ഓക്കെ, നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് കുറച്ച് ഡേർട്ടും എടുത്തേക്കാം. ഓക്കെ, നമുക്ക് മുകളിലിട്ടോ റൈസ്. നമുക്ക് ഇവിടുന്ന് കോളെടുക്കാം. ഓക്കെ, നമ്മൾ കോളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് നേരെ മുകളിലോട്ട് കയറാം. എന്താ മുകളിൽ തടയുന്നു? വീട് ഇട്ടുണ്ടല്ലേ. പക്ഷെ ഞാൻ ഈ ഷിഫ്റ്റ് ഇങ്ങനെ നിൽക്കുന്ന എന്തിനാണ്, അതായത് നമ്മൾ ഇരിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഴാതിരിക്കാനാണ്. നമ്മളെ നിലത്ത് വീഴാതിരിക്കാനാണ് ഷിഫ്റ്റിന്. അതായത് നമ്മളെ സ്നീക്ക് ചെയ്തിരുന്നത് എങ്ങനെ നമ്മളെ പുറത്തോട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഗൈസ്. ഓക്കെ, നമ്മൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം. ഓക്കെ ഗൈസ്, നമ്മൾ ബെഡ്റൂം, നമ്മളിത് PE ആണ് മൈൻക്രാഫ്റ്റ്, നമ്മുടെ ഫോണിലാണെന്ന് വെച്ചാൽ നമ്മൾ കളിക്കുന്നത്. ഓക്കെ, നമ്മൾ ജാവ ഇത് മൈൻക്രാഫ്റ്റ് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ കമൻറ്റ് ചെയ്താൽ മതി. ഒക്കെ നമ്മൾ ജാവയും ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഡേർട്ട് പൈസ ഡേർട്ട് ഇവിടെ തന്നെ എടുത്തേക്കാം. ഇവിടെ നിന്ന് മുകളിലോട്ട് പോകണം. ഇത്രയാവും. നമുക്ക് ബാക്കി സ്റ്റോൺ വെക്കേണ്ടി വരും, കോബിൾ സ്റ്റോൺ വെക്കേണ്ടി വരും. വീട്ടിലേക്ക് ഇത് കഴിഞ്ഞ് കൊണ്ട് പോകുമല്ലോ, നമുക്ക് സ്റ്റോണൊക്കെ പറിച്ചെടുത്തിട്ട് പോവാം. വീണ്ടും താഴോട്ട് പോകലാണ് പണി. ഓക്കെ, അങ്ങനെയൊക്കെയോ ഇവിടെ എത്തി. ഓക്കെ, നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, ഈ കാട്ടിൽ നമ്മൾ എവിടെ വീടെടുക്കാനാണ് ഗൈസ്? ഒന്നും മനസ്സിലാവുന്നില്ല ഗൈസ്. ഇവിടെ രാത്രി ആവാനായിട്ട് ഇവിടെ കുറേ സോംബി അച്ഛന്മാരുണ്ട്. അയ്യോ, ഓക്കെ, നമ്മൾ സോംബി അച്ഛന്മാരുടെ ഡീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, രാത്രിയായി. ഹയർ. ഓക്കെ ഗൈസ്, രാത്രിയും കൂടെ ആയിട്ടുണ്ട്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് കിട്ടുന്ന ഫുഡൊക്കെ പുറക്കിയിട്ട് നേരെ വീട്ടിലോട്ട് പോവാം. പക്ഷെ ഇവിടെ ഫോറസ്റ്റ് ആയിക്കൊണ്ട് നമ്മുടെ നമ്മുടെ ഈ സോംബീസിനൊക്കെ അവർക്ക് ഇവിടെ തണൽ കിട്ടുമല്ലോ. അപ്പോൾ അവരിവിടെ ഇങ്ങനെ കടിച്ചു നിൽക്കും. അവർക്ക് തണൽ കിട്ടിയാൽ അവർക്ക് കത്താൻ പറ്റില്ല. പക്ഷേ ഈ രാത്രി ആയാൽ അവർ സ്പോണാവും, രാവിലെ ആയാൽ കത്തും. സൺലൈറ്റ് അടിച്ചാൽ അവർ കത്തും. അപ്പോൾ അവർ അതിന് വേണ്ടിയാണ് ഈ മരത്തിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. ഓക്കെ, നമ്മൾ ഈ ഫോറസ്റ്റിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവന്മാരെ കൊണ്ട് നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ, വീട്ടിൽ പോകേണ്ടി വരും.
ഓക്കെ ഗൈസ്, നമ്മുടെ വീഡിയോ നല്ല ലെങ്ത് ആകുന്നുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മളിത് നിർത്തുവാണ്. ഓക്കെ, നമ്മൾ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് എല്ലാവർക്കും ബൈ ഗൈസ്.